Okay. So morning we were studying the smallest substance in a non-living thing is it's a molecule. The smallest structure in the living thing is it's a cell. Cell in the കാര്യം നമ്മളോട് കോശങ്ങൾ എന്ന് പറഞ്ഞ നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മുടെ എല്ലാവരുടെയും complete body is made up of cells. Some characteristics of living things. Morning you said that living things need food, living things will grow, living things will breathe, living things will move, living things will reproduce. Like that, where so many characteristics are there. Living things in for characteristics under. Adila several living things move. Living things move. We know that all the animals, insects, human beings, birds, and all will move. But plants cannot move. Okay. So plants cannot move since they have no legs, isn't it? Move but they are very sensitive. Morning I said that plants, if will keep, if it is in the shade, it will try to move to the place where it gets sufficient sunlight. സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തേക്ക് അത് വളഞ്ഞു നിൽക്കും. നമ്മൾ ആ പ്ലാന്റിനെ എടുത്ത് തിരിച്ചു വെച്ചാൽ ഏതാനും ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് അങ്ങോട്ട് തന്നെ വളഞ്ഞിരിക്കുന്നതായിട്ട്. കാരണം it needs sunlight, so it will try to, it is sensitive. And another plant you might have seen, touch me not plant. What is touch me not plant? And the touch me not plant എന്ന് പറഞ്ഞാൽ തൊട്ടാവാടി ചെടി എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഭാഷയിലൊക്കെ എന്തൊക്കെയാ പറയുന്നതിന്? തൊട്ടാവാടി തന്നെയാണ് എല്ലാവരും പറയുന്നത്. മൈമൂസ എന്ന് പറയും. അതൊരു ഇന്ത്യൻ നെയിമാണ്. ടച്ച് മീ നോട്ട്, തൊട്ടാവാടി. ഈ ടച്ച് മീ നോട്ട് പ്ലാന്റിന്റെ പ്രത്യേകത എന്താണ്? ഇഫ് യു ടച്ച് ഇറ്റ്സ് ലീഫ് ഫോർ എനി പാർട്ട്, വാട്ട് ഇറ്റ് വിൽ ഡു? ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു ക്രൈ. സിൻഡിറ്റ് നിങ്ങളെ പോലെ ടീച്ചർ വഴക്ക് പറഞ്ഞൊക്കെ അറിയല്ലേ? നോട്ട് നൗ, വെൻ യു വർ ഇൻ LKG. ഇപ്പം പിന്നെ ഇതൊക്കെ ശീലമായി, ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് നിങ്ങൾ പഠിച്ചു അല്ലേ? ഇപ്പൊ നിങ്ങൾ അങ്ങനെ അമ്മ അച്ഛനൊക്കെ വഴക്ക് പറഞ്ഞാലോ, ടീച്ചർ വഴക്ക് പറഞ്ഞാലോ അല്ലേ? ശരി. ടച്ച് മീ നോട്ട് പ്ലാന്റ് എങ്ങനെയാണ്? നമ്മൾ ആരെങ്കിലും അറിയാതെ മുട്ടോ തട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം പിണങ്ങിയിരിക്കും അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ അനങ്ങാതിച്ചിരി സമയം ഇരുന്ന് കഴിഞ്ഞാൽ പുള്ളി ഓക്കെ ഹാപ്പിയാണ്, വീണ്ടും പഴയ പോലെയാകും. അഗൈൻ ഇഫ് വിൽ ടച്ച് അഗൈൻ ഇറ്റ് വിൽ ബി ഫെയ്ഡ് ഓഫ്. സിൻഡിറ്റ് ഈ തൊട്ടവാടി എങ്ങനെയല്ലേ? നമ്മൾ തൊടുമ്പം അനങ്ങാതിരിക്കും, അതായത് അതിന്റെ ഇലയെല്ലാം കൂപ്പിയിരിക്കും. പിന്നെ എന്ത് ചെയ്യും? കുറച്ച് സമയം നമ്മൾ അതിന് തൊടാതിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും അത് ഓപ്പൺ ആകും, പിന്നെ തൊടുമ്പോൾ വീണ്ടും അനങ്ങാതിരിക്കും. അങ്ങനെയാണ് അല്ലേ? പിന്നെ നെക്സ്റ്റ് അടുത്ത വേണ്ട സൺഫ്ലവർ. വട്ട് ഈസ് സൺഫ്ലവർ? സൺഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യകാന്തി പൂവ്. ഈ സൺഫ്ലവർ വില് ഓപ്പൺ അറ്റ് ദ സൺ. നമുക്കറിയാം കുറെ, നോട്ട് ഓൺലി സൺഫ്ലവർ അല്ലാതെ കുറെ ചെടിയുടെ പൂക്കളുണ്ട് നമുക്കറിയാം. രാവിലെ വിടർന്ന് നിൽക്കും, വൈകുന്നേരം ആകുമ്പോൾ അത് ഫെയ്ഡ് ഓഫ് ആകും. ഇങ്ങനെ ബൂം ചെയ്തിങ്ങനെ ഇരിക്കും. വീണ്ടും നെക്സ്റ്റ് മോർണിംഗ് ഇറ്റ് വിൽ ബി ഓപ്പൺഡ്. ഈവനിങ് ആകുമ്പോഴത്തേനും എന്ത് സംഭവിക്കും? പിന്നെയും അടങ്ങിയിരിക്കും അല്ലെ? 10 മണിച്ചെടിയ്, 4 മണിച്ചെടിയ്, അങ്ങനെയുള്ള ചെടികൾ കുറെ. അത് ഇന്നും ചില ചെടികൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ പിന്നെ ഇങ്ങനെ വാടി നിന്നാൽ പിറ്റേ ദിവസം അത് ഓപ്പൺ ആകാത്ത ചെടികളുണ്ട്. only for one day it will be. But some flowers, ഈ 10 മണിച്ചെടി, മഞ്ഞൾ വിരിഞ്ഞു പൂ, അങ്ങനെയുള്ളതൊക്കെ ഇന്ന് വിരിഞ്ഞിട്ട് നാളെയും അത് തന്നെ ആയിരിക്കും വിരിയുന്നത്. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ അത് കൂമ്പിരിക്കും. പിന്നെ നെക്സ്റ്റ് മോർണിംഗ് ഇറ്റ് വിൽ അഗൈൻ ഓപ്പൺ. See, like that where some plants are sensitive, though it cannot move. We know that actually for what human beings and animals, birds and insects and all move from one place to another. ജസ്റ്റസ് ഒക്കെ കയറിയിട്ട് പോയോ ക്ലാസ്സിൽ നിന്ന്? അറ്റൻഡൻസ് കൊടുക്കൂല പറഞ്ഞു. എന്തിനാ ആക്ച്വലി അനിമൽസും ബേർഡ്സും ഒക്കെ മൂവ് ചെയ്യുന്നത്? in search of food. Next, only for search of food. Food, water. Food, water. Okay. For Miss, മലയാളത്തിൽ പറഞ്ഞാൽ മതിയോ? No problem. മലയാളത്തിൽ പറഞ്ഞാൽ മതിയോ? Yes. In search of ബാക്കിയുള്ള ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും. Yes, from enemies. To protect them from enemies. പിന്നെ in search of food, and it gives exercise for the body, even for animals and human beings, or for birds also.
മൂവ്മെന്റ് വിൽ ഗീവ് എക്സസൈസ് ഫോർ അവർ ബോഡി, isn't it? അങ്ങനെ കുറെ റീസൺ ഉണ്ട്. ഫുഡ് അന്വേഷിച്ച് പോകുന്നു നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. പിന്നെ ഷെൽട്ടറിന് വേണ്ടിയിട്ട്, ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് പോയി നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി ഷെൽട്ടറിന് വേണ്ടിയിട്ട്, താമസിക്കാനുള്ള ഇത്. പിന്നെ എന്താണ്, it will give exercise for our body, നമ്മുടെ ബോഡിക്ക് എക്സസൈസ് തരും അല്ലേ? Like that, so many reasons are there. Even plants do not move in search of food and water. Plants ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് മാറി താമസിക്കുന്നില്ല ഫുഡിന് വേണ്ടിയിട്ട് അല്ലേ? ഓക്കെ, 1 സെക്കൻഡ്, ഒരു മിനിറ്റ് കേട്ടോ. ഒന്നല്ലേ ഉള്ളൂ മിസ്സേ, പത്ത്. അതിന് മുന്നത്തെ രണ്ടെണ്ണം കൊണ്ടുപോയില്ലേ മിസ്സ? ഇത് മിസ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ്ത് അത് റീനെയിം ചെയ്തില്ലേ? അയച്ചോ? അത് മറ്റത് അയച്ചിട്ടില്ല. ഇതിനകത്തുണ്ട്, ഇതില്ലേ? എൽ കെ ജി കഴിഞ്ഞു, പിന്നെ ഫിഫ്ത്ത് സിക്സ്ത് സെവന്തിന്റെ ഉണ്ട് ഇതിനകത്തുണ്ട് കേട്ടോ. അത് റീനെയിം ചെയ്യണം. നെക്സ്റ്റ് ഇപ്പത്തെ സെലക്ട് ഹെൽപ്പ് ചെയ്യാനല്ലേ? ശ്രീകുട്ടിയോട് പറയുന്നില്ല, ഇതിനകത്തോട്ട് കൊടുക്കാൻ പറ്റില്ല. ഇനി ഇത് നോക്കി ചെയ്യണം, റീനെയിം ചെയ്യണേ. കാരണം വെയിറ്റ് മക്കളെ, ഇത് ഏത് ക്ലാസ് ആയിരുന്നു? ഇത് UKG ഫസ്റ്റ് സെക്കൻഡ് അല്ലേ? UKG 1ാം ക്ലാസ് മാത്രമേ. വെയിറ്റ് 1 സെക്കൻഡ് പ്ലീസ്. ഇപ്പൊ ചെയ്യാം മക്കളെ. Mira.
Okay. Okay, class-like വരാൻ വേണ്ടി. ശരി. Okay, plants do not move around. Okay, you can see animals moving. They move around in search of food or shelter or to escape from the enemies and to give exercise for our body. Even human beings have animals. എല്ലാവർക്കും അങ്ങനെയാണ്. നടക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് എക്സസൈസ് കിട്ടുകയാണ് അല്ലേ? Okay. Plants do not move around in search of food and shelter. However, you can observe movement in a plant when you touch the leaves of mimosa or touch me not plant. നമ്മൾ പറഞ്ഞു ഇപ്പം നമ്മൾ അതിനെ തൊടുമ്പോൾ അതിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കാൻ പറ്റും. Next. Or in sunflower as it turns to face the sun. അത് ഇങ്ങോട്ട് ഫ്ലവർ ഇങ്ങനെ തിരിഞ്ഞാൽ സണ്ണിനെ ഫേസ് ചെയ്യാൻ വേണ്ടി തിരിയും. Sunflowers. And similar kinds of movement are also visible in leaves of orchid tree and flowers of lotus and water lily. നമ്മൾ പറഞ്ഞു ഇത് വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ കൂമ്പി നിൽക്കും, പിന്നെ രാവിലെ ആകുമ്പോൾ ഓപ്പൺ ആയിട്ട് നിൽക്കും അല്ലെ? അങ്ങനത്തെ കുറെ മൂവ്മെന്റ്സ് ഉണ്ട്. As you have seen, some non-living things can move. Here they are telling non-living things can move. Since what type of non-living things can move? Which non-living thing can move? ഏത് non-living thing ആണ് മൂവ് ചെയ്യാൻ പറ്റുന്നത്? Don't know. Morning we said robots, car, lorry, jeep, bus, aeroplane, train. Isn't it? All this can move. But are they living thing? No, they are not living thing, but they are moved by using something else as fuel. Maybe because of remote control, electrical current ഉപയോഗിച്ച് നമ്മൾ അല്ലെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്ത റിമോട്ട് ഉപയോഗിച്ച് നമ്മൾ റോബോട്ട്സിനെ മൂവ് ചെയ്യിക്കും. അതുപോലെ തന്നെ നമ്മുടെ കാറ് പെട്രോൾ ഡീസൽ ഒക്കെ ഉപയോഗിച്ച് ഇങ്ങനത്തെ വെഹിക്കിളൊക്കെ മൂവ് ചെയ്യും. ഓക്കെ, അതൊക്കെ. Yes, all living things. Okay, ഇനി മേളിലൊരു ഇത് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? You will observe some different such moments in intake of food respiration. Okay, അത് കഴിഞ്ഞാണല്ലോ അല്ലേ? All living things are made up of cells. നമ്മൾ പഠിച്ചു all non-living things are made up of molecules. ഇനി ലിവിങ് തിങ്സ് എല്ലാം സെൽസ് കൊണ്ടുണ്ടാക്കിയതാണ്. സെൽസ് നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ചിത്രം കാണിച്ചത് നമുക്ക് we have to use a microscope to see the cells. Use school building. See in your house. Now ഇപ്പൊ നിങ്ങൾ സ്കൂൾ ബിൽഡിങ്ങിലല്ലോ അല്ലേ? നിങ്ങൾ you are in your house, isn't it? See, look at the wall of your house. What it is made up of? Look at the wall of your house. നിങ്ങളുടെ വീടിന്റെ ഭിത്തി എന്ത് ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്നത്? സിമെന്റ് മാത്രം ഉപയോഗിച്ചാണോ മോനെ? കല്ല്, സിമെന്റ്. യെസ്, ബ്രിക്സ്. നമുക്ക് സിമെന്റ് മാത്രം ഉണ്ടെങ്കിൽ നമ്മുടെ വീട് റെഡി ആവത്തില്ല. സോ വി ഹാവ് ടു യൂസ് ബ്രിക്സ്. അപ്പൊ നമ്മുടെ വീട്ടില് വേറെ കുറെ ഐറ്റംസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഓഫ് കോഴ്സ് അതെല്ലാം വെച്ച് അതിൽ സ്മോളസ്റ്റ് തിങ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന ബ്രിക്സ് ആണ്. ഇഷ്ടിക അല്ലെങ്കിൽ കട്ട കല്ല് നമ്മൾ എന്താ ഉപയോഗിച്ചേക്കുന്നത്? വീട് കെട്ടിപ്പൊക്കേക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ സ്മോളസ്റ്റ് സബ്സ്റ്റൻസ് ദാറ്റ് വി ഹാവ് യൂസ്ഡ് ഇൻ അവർ ഹൗസ് ബിൽഡിംഗ് ഇസ് bricks. Like the same way, our body also is made up of a smallest thing called Vasudeva Mute. Sorry, mute ചെയ്തു വെക്കും മുത്തേ. വസുദേവേ കുഞ്ഞു മ്യൂട്ട് ചെയ്തു വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സൗണ്ട് വരുന്നതാ. ശരിയേ. So your school building is made up of bricks arranged in layers. A brick is the smallest unit of construction. Similarly, living organisms are made up of tiny units called cells. Some plants and animals consist of only one cell. Some plants and animals are consisting only one single cell. ഒറ്റ cell, ഒറ്റ കോശം മാത്രമേ ഉള്ളൂ. Single, unicellular. അതിനെ നമ്മൾ പറയുന്നത് unicells. But they are not visible in our eyes. These two unicellular animals, animals എന്ന് പറയാൻ പറ്റത്തില്ല, insects, small microorganisms. They are not visible with our naked eyes. We have to use microscope to see such small things. Understand?
such as bacteria, virus, and all. Now, for example, we know that COVID-19 or virus. Can we see those viruses? Can we see those viruses? Why? Why? Answer me. They are very small. They are They so are not visible. small. Very small. They are a single or only one cell animal. Very small ആണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. കാരണം കാണാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും കൊറോണ വരുമോ? Maybe one. വൈറസ് ബാക്ടീരിയ അതിനൊക്കെ വൺ സിംഗിൾ സെൽ ആനിമൽസ് ആണ്, ഇൻസെക്ട്സ് ആണ്, മൈക്രോ ഓർഗാനിസംസ് ആണ്, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്. മേ ബി 1 or 2 ഒക്കെ ഉണ്ടാകും, പക്ഷെ നമ്മൾ കാണാൻ പറ്റില്ല. ഇഫ് ദേ ആർ വിസിബിൾ വി വുഡ് നോട്ട് ഹാവ് ഗോട്ട് കൊറോണ ആൻഡ് ഓൾ. അത് കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് കൊറോണ പിടിക്കുവോ? ഇല്ല. കാണുമ്പോഴേ നമുക്കറിയാം, അയ്യോ ദാറ്റ് ഈസ് വൈറസ്, ഇറ്റ് മേ affect us, so we will move from there. അല്ലേ? നമ്മുടെ കയ്യെ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പുറത്ത് ആദ്യെങ്കിലും കയ്യിലോ കലയിലോ എവിടെന്നെങ്കിലും സംഭവം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. അല്ലെ? വേഗം അഥവാ നമ്മുടെ കയ്യിലൊക്കെ പറ്റെങ്കിൽ we can go fastly and we can wash it. പക്ഷെ ഇതെന്ത് സംഭവിക്കുന്നത് നമ്മൾ അറിയുന്നില്ല, നമ്മുടെ ശരീരത്തിൽ വൈറസ് കയറി എന്നുള്ളത്. ബിക്കോസ് ദേ ആർ so small that we cannot see with our naked eyes. പിന്നെ അത് കാണണമെങ്കിൽ മൈക്രോസ്കോപ്പ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേരുടെ വീട്ടിൽ മൈക്രോസ്കോപ്പ് ഉണ്ട്? നമ്മുടെ ആരെങ്കിലും വീട്ടിലുണ്ടോ? I don't know. Do you have microscope at home? ഇല്ല. അല്ലെ? ആർക്കും ഇല്ലല്ലോ, വീട്ടിലുണ്ടോ? അപ്പം അത് നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ ഇങ്ങനെ മൈക്രോസ്കോപ്പ് ഒക്കെ മേടിച്ച് വെച്ച് ഇതൊക്കെ എന്തെങ്കിലും വൈറസ് ഉണ്ടോ ബാക്ടീരിയ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ നമുക്ക് പറ്റുന്നില്ല. അല്ലെ? അതുകൊണ്ടാണ് നമുക്ക് കൊറോണ വരുന്നത്. Similarly, living organisms are made up of tiny unit called cells. Some plants and animals consist of only one cell. All bacteria, yeast, fungus, and some plants living in water are one-celled or unicellular. Amoeba, paramecium, and many other animals are also made up of only one single cell. നിങ്ങളായിരുന്നോ അമീബിയെ കുറിച്ചും ബാക്ടീരിയയെ കുറിച്ചും ഒക്കെ പഠിച്ച ആൾക്കാർ? സെവന്ത് സ്റ്റാൻഡേർഡ്. ആരാടാ എവനെ ഒളിഞ്ഞു നോക്കുന്നേ? എന്റെ ഹന്നപ്പെണ്ണാണോ? നിങ്ങൾക്കായിരുന്നോ? സിക്സ്ത് സ്റ്റാൻഡേർഡിലായിരുന്നോ നമ്മൾ പഠിച്ചത് പാരമിസിയത്തിനെ കുറിച്ചും അമീബിയെ കുറിച്ചും ഒക്കെ? അല്ല, അതെയോ സെവന്തിലാന്ന് തോന്നുന്നു. അല്ലേ? ഞാൻ പഠിപ്പിച്ച ഈ റീസെന്റ് കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച, അതുകൊണ്ട് എനിക്ക് ഏത് ക്ലാസ് ആണെന്നോ ഒരു കിട്ടുന്നില്ല. ശരി. സോമിനി അങ്ങനെ വെള്ളത്തിലൊക്കെ ആണെങ്കിൽ തന്നെ സോ മെനി മൈക്രോ ഓർഗാനിസംസ് ആർ ദേർ ദാറ്റ് വി കനോട്ട് സീ. ഇപ്പൊ നമ്മൾ പറയും വെള്ളത്തിൽ എന്തൊക്കെയോ അഴുക്കുകളുണ്ട്, നമ്മൾ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. കുടിവെള്ളം ശുദ്ധജലമല്ല എന്ന് പറയും. ബാക്ടീരിയ ഉണ്ട് അതിനകത്ത്, വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ടെന്നൊക്കെ പറയും. Can we see all those things in the water? No, they are very small, but they will, if they go into our body, what will do? Like a corona, it will breed there. ഒരെണ്ണം പോയെന്നാൽ 500, 1000, 10000 ഒക്കെ ആവും. അല്ലെ? ഉള്ളിലേക്ക് കടന്നു പോയെന്നാൽ if there are more വൈറസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇതാവും. പക്ഷെ നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് we should boil the water and have to drink. Boiled and cooled water should be drink only. നമ്മൾ അതുകൊണ്ട് പറയും, നമ്മളിപ്പം ഫ്രിഡ്ജ് വെച്ചാൽ എല്ലാം ചാർത്തു പോകത്തൊന്നുമില്ല. ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച വെള്ളം കുടിക്കുമെന്ന് പറയും. പക്ഷെ ആ വെള്ളം കുടിച്ചാൽ അതിനകത്തുള്ള വൈറസ് ഒക്കെ ചത്തുപോയിട്ടുണ്ടാവുമോ? ഇല്ല. ഓക്കെ. Say like that. Amoeba, paramecium, and many other animals are also made up of only one single cell. There is no change in the number of cells throughout their life cycle. See, as we were born as a baby, we had only few cells in our body. Few means countless, but compared to now, there were very less cells. When you were a small child, maybe 1 month, 1 day, 2 days, at that time we were very small, isn't it? Okay, that baby had cells in the body. It is countless, there were many, but compared to your size now, you have more cells in your body. അന്ന് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന സെൽസിനേക്കാൾ ഒരുപാട് സെല്ലുകൾ ഇപ്പോൾ നിങ്ങളുടെ ബോഡിയിലുണ്ട്. മിസ്സിന്റെ ഒക്കെ ആണെങ്കിലോ എന്തോരം ടോള, അത്ര പൊക്കമുണ്ടല്ലോ മിസ്സിന്. നമ്മുടെ ശരീരം വളരുക എന്ന് പറയുന്നത് നമ്മുടെ സെൽസ് വളരുകയാണ്. ഈ സെൽസിൽ ഓൾഡ് സെൽസ് വിൽ ബി ഡെഡ്.
കുറെ കഴിയുമ്പോൾ ഓൾഡ് സെല്ലെല്ലാം ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ ശരീരത്തിലുള്ള സെൽസ് കുറെ പഴകുമ്പോൾ അത് ഡെഡ് ആകും, ഡെഡ് സെൽസ് ആകും. നമ്മളൊരു പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് അതിൽ നിന്ന് നെക്സ്റ്റ് പേജിൽ ഒരു ചിത്രം പേജ് നമ്പർ 73 ഒരു ഗ്രോത്ത് ഓഫ് എ സീഡ്ലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് സീ ദർ. ഫസ്റ്റ് ദർ ഇസ് നോ ലീവ്സ്, ഇൻ സെക്കൻഡ് വൺ ഓൾസോ ദർ ഇസ് നോ, തേർഡ് വൺ 2 small leaves comes out, and in fourth one little more big ones, and in fifth one there are many leaves. Send it. Gradually in 6th, 7th, 8th and all there will be many leaves. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നതാണ് നമ്മുടെ ബോഡിയിലെ സെൽസിന്റെ പോലെ. ഇനി ഈ പ്ലാന്റ് when it grows and becomes a tree, the first leaf which was there when at the time of seedling, first time the leaf, will there be that leaf? Will there be the first leaf of there when it becomes a tree? Illa, because it became old and it dried off. Senator, അത് റൈപ്പൺ ആയി, പിന്നെ അത് ഡ്രൈ ആയിപ്പോയി. ഒരു മരം ചെടി മുളച്ചു കഴിയുമ്പോൾ അതിനുണ്ടാകുന്ന ആദ്യത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ഒക്കെ ഇലകൾ ഇങ്ങനെ വന്ന് പിന്നെ നിറയെ ഇലകളാകുന്നു. അപ്പോൾ അങ്ങനെ വളർന്ന് വലുതാകുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് ലീഫ് അതിലുണ്ടാവത്തില്ല, സെക്കൻഡ് ലീഫ് ഉണ്ടാവില്ല. അത് ഓരോ ദിവസം ചെല്ലുന്നവരും കുറെ ലീഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ബട്ട് ട്രീസ് വിൽ ഗ്രോ. പക്ഷെ ന്യൂ ലീവ്സ് വിൽ കം, സോ മെനി ലീവ്സ് വിൽ കം ആൻഡ് ട്രീസ് വിൽ ഗ്രോ ലൈക്ക് ദ സെയിം വേ. ഇതേ രീതിയിൽ തന്നെ നമ്മുടെ സെല്ലിൽ ആദ്യം ഉണ്ടായിരുന്ന സെല്ലുകൾ, നിങ്ങൾ ജനിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന സെൽസ് എല്ലാം ഇപ്പം ഡെഡ് ആയി പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞുണ്ടായ ന്യൂ സെൽസ് ആണ് ഇപ്പൊ നമ്മുടെ ബോഡിയിലുള്ളത്. ഓക്കെ, so there is no change in the number of cells in paramecium, bacteria like that when in microorganisms. ഈ സിംഗിൾ സെൽസ് ആയിട്ടുള്ള യൂണിസെല്ലുലാർ ആനിമൽ എന്ന് പറയുന്ന ഓർഗാനിസംസില് ഒറ്റ സെല്ലുള്ളതില് അത് വളർന്നാലും അതിന്റെ സെല്ലുകളുടെ എണ്ണം കൂടുന്നില്ല. ഓൺലി വൺ സെൽ വിൽ ബി ദേർ. മനസ്സിലായോ? ഇപ്പൊ അമീബിയയില്, ബാക്ടീരിയയിലൊക്കെ അത് ജനിച്ചപ്പോൾ മുതൽ മരിക്കുന്നത് വരെ ഒറ്റ സെല്ലേ ഉള്ളൂ. ബട്ട് other living things which are having more than one cells will have more and more cells will be there as it grows. മനസ്സിലായോ? ടീച്ചർ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു സിംഗിൾ സെൽ ആയിട്ടുള്ള ആ ഓർഗാനിസത്തിന് എത്ര വർഷം കഴിഞ്ഞാലും, അത് എത്ര ലൈഫ് ലോങ് അതിനുണ്ടെങ്കിലും അതില് ഒരു സെല്ല് പിന്നെ വീണ്ടും ഒന്നിൽ കൂടുതൽ സെൽ ആവുന്നില്ല. ഒറ്റ സെല്ലേ ഉള്ളൂ. അതിന്റെ വലിപ്പം പിന്നെ കൂടുന്നില്ല. ബട്ട് മറ്റ് ഒന്നിൽ കൂടുതൽ സെല്ലുള്ള എല്ലാ ഓർഗാനിസംസും, മനുഷ്യനായിക്കോട്ടെ, മൃഗങ്ങളായിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, ബേർഡ്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിന്റെ സെൽസ് വിൽ ബി ഇൻക്രീസിങ്, ഡബിളിങ് കൂടിക്കൊണ്ടേയിരിക്കും. എന്താ എന്റെ ജോയലിന് ഇവിടെ ആകെപ്പാടെ ടെൻഷനാണ്. ഏത് ക്ലാസ്സിൽ കയറിയാലും ഇവന് ആകെ ടെൻഷനാണ്. എന്താ ജോയല നിന്റെ പ്രശ്നം? എന്തിനാ നീ വീഡിയോ ഒക്കെ ഓഫ് ആക്കിയേ? കൊച്ചിന് എന്താ പ്രശ്നം അവിടെ? എനിക്കോ എന്തോ അവിടെ ആരാണ്ടോടെ എന്തൊക്കെയോ സങ്കടം പറയോ, എന്തൊക്കെയോ പരാതികളാണ് കൊച്ചിന്. ചൂടെടുക്കുന്നുണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറ, എന്നാലേ മിസ് കേൾക്കുള്ളൂ. നീ എറണാകുളത്താന്നല്ലേ പറഞ്ഞ, ഞാൻ എങ്ങനെ കേൾക്കാനാ നീ എവിടുന്ന് പറഞ്ഞാല്? എന്താ ചൂടെടുക്കുന്നുണ്ടോ കുഞ്ഞിന്? അമ്മയോടൊന്ന് ഫാൻ എടുത്ത് തരാൻ പറ. പാവം ഞാൻ കഷ്ടപ്പെട്ടിരിക്കുമെന്ന് പറ. Okay, so before starting the class you have to do all this. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ സ്വിച്ച് ഫാൻ ഓൺ ആണോ, ലൈറ്റ് ഓൺ ആണോ, കറണ്ട് ഉണ്ടോ, ഇതെല്ലാം നോക്കണം കേട്ടോ. പിന്നെ ക്ലാസ് തുടങ്ങി കഴിഞ്ഞ് അമ്മയെ അച്ഛോ എന്നൊക്കെ വിളിച്ചോണ്ടിരിക്കല്ല. അപ്പൊ ചാക എവിടെ അസ്വസ്ഥനാ. ഓക്കെ ശരി, ടീച്ചർ തമാശ പറഞ്ഞേ. നോക്കി വേർത്ത് കുളിച്ചോന്. ടു ഹാട്ട് അറ്റ് എറണാകുളം? ഭയങ്കര ചൂടാണ് അവിടെ. ശരി, അമീബിയ, പാരമിസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ അത് എത്ര അവരുടെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞത് ജനനം മുതൽ അതിന്റെ മരണം വരെ. ഈ ബാക്ടീരിയ പോലുള്ളതിന്റെ സിംഗിൾ സെൽ എന്നുള്ളത് പിന്നെ ഒരിക്കലും ഒന്നിൽ കൂടുതലാവുന്നില്ല. ഓക്കെ, ബട്ട് നമ്മുടെ കേസിലോ നമുക്ക് ഒരുപാട് കൂടും. The bigger the animal, the greater the number of cells that you make up its body, but they also begin their life from a single cell. ഇനി നമുക്കറിയാം നമ്മുടെയൊക്കെ ബോഡിയിൽ ഒരുപാട് സെല്ലുകളുണ്ട്. ഇനി വലിയ ജീവികള്, now say take an example of an ant or a rat. They are small ones, isn't it? The number of cells in the body of a rat, will it be same after
of an elephant cells in the body? Will the elephants and rats cells in the body same number of the cells same ആയിരിക്കോ? ഒരിക്കലും അല്ല. According to its size, the number of cells will be different. It will be different. Okay. ഇപ്പം നിങ്ങളുടെ ബോഡിയിലുള്ള സെൽസിന്റെ പോലെയല്ല എൻ്റെ ബോഡിയിലുള്ള, because I am so fatty and so tall, isn't it? You are small ones. അതുകൊണ്ട് നിങ്ങളുടെ ബോഡിയിൽ കുറവാണ് എന്റേത് വെച്ച് നോക്കുമ്പോൾ. എന്റെ ബോഡിയിൽ കുറേ അധികം സെൽസ് ഉണ്ട്. ഇനി നിങ്ങളൊരു 2 years ആയിരുന്നപ്പോ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടായിരുന്ന സെൽസിന്റെ എണ്ണമാണോ ഇപ്പൊ നിങ്ങളുടെ ബോഡിയിലുള്ളത്? അല്ല. നമ്മളെല്ലാം ബോഡിയിൽ എത്ര സെൽസ് ഉണ്ടാവില്ലേ? So many will be there, countless. എണ്ണാൻ പറ്റത്തില്ല, കുറേ ഉണ്ട്. മൈക്രോസ്കോപ്പ് കൊണ്ടുവന്നിട്ട് നമുക്ക് ഒരു ദിവസം നിന്നെ പിടിച്ചെടുത്തിട്ട് നോക്കാം നിന്റെ ബോഡിയിൽ എത്ര സെൽസ് ഉണ്ടെന്ന് കേട്ടാ. ഒരു ദിവസമായിട്ട് മൈക്രോസ്കോപ്പ് കൊണ്ടുവരുന്നു, നമ്മൾ എക്സ്പെരിമെന്റ് എല്ലാം നമ്മുടെ വസുദേവന്റെ ബോഡിയിൽ ചെയ്യാം. സെൽസ് എല്ലാം കൗണ്ട് ചെയ്യാം കേട്ടാ. ശരി, വെയിറ്റ്. ഇനി നമ്മൾ എത്രത്തോളം വളരും. ഇനി നമ്മള് ഫസ്റ്റ് വി വെയർ ഓൺലി വിത്ത് 1 സെല്ല്. എപ്പോഴായിരുന്നു അറിയാമോ? ഒരു സെല്ല് മാത്രമായിരുന്നു നമ്മള്. പക്ഷെ പിന്നെ നമ്മള് ഒരുപാട് 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 സെല്ലുകളായി ഇപ്പൊ എന്തോ ഒരു സെല്ലായിരുന്നു അറിയാമോ? ഓൺലി 1. ഒരു വൈറസിന് ഒരു സെല്ലേ ഉള്ളൂ. ആ, അത് വലുതാകുന്ന അതിന്റെ ലൈഫ് ലോങ്ങിൽ ഒറ്റ സെല്ലിൽ അത് ജീവിക്കുന്നത്, യൂണിസെല്ലാർ ഓർഗാനിസംസ്. പക്ഷെ നമ്മുടെയൊക്കെ വലുതാകും കേട്ടോ. നമ്മുടെ ഷാനിപ്പ് വന്നില്ലല്ലേ? ഓക്കെ, മോർണിംഗ് ദിവസം. ശരി, ഓക്കെ. So we were our life started from one single cell. നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ്, ഒറ്റ സെല്ലിൽ നിന്ന്. എപ്പോഴാന്നറിയാമോ? when we were the embryo in the womb of our mother. നമ്മുടെ അമ്മയുടെ വയറ്റിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സിംഗിൾ സെല്ലായിരുന്നു, വളരെ 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 സ്മോൾ വൺസ്. gradually we grew up. Then when we came out of her from her womb, we were this much big one, അല്ലേ? അപ്പത്തേനും കുറേ സെല്ലുകളായി. ഫസ്റ്റ് ടൈം നമ്മള് നമ്മുടെ അമ്മയുടെ വയറ്റിലായിരുന്ന സമയത്ത്, ഓരോരുത്തരുടെ അമ്മമാരുടെ വയറ്റിലായിരുന്ന സമയത്ത് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ only 1 സെല്ലായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അത് വളർന്ന് 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 വലുതായതാണ് പിന്നെ പുറത്ത് വരുന്ന ബേബി, അല്ലേ? ഓക്കെ. You might have seen the picture of മദർ, പ്രഗ്നന്റ് ലേഡി. പ്രഗ്നന്റ് ലേഡിയുടെ സ്റ്റൊമക്കിന്റെ പിക്ചർ കണ്ടിട്ടാവും. ഫസ്റ്റ് ഒന്നും അറിയില്ല, കുഞ്ഞ് ഉള്ളിലാവുമ്പോ സിംഗിൾ സെല്ല്, ഡബിൾ സെല്ല്, 3 സെല്ല്, 3, 4, 5, 6 അങ്ങനെ ആവുമ്പോ നമുക്കൊന്നും അറിയില്ല ബേബി ഉണ്ടോന്ന് അറിയില്ല. ആസ് ദ ബേബി ഗ്രോസ് ഹെർ സ്റ്റൊമക്ക് ഓൾസോ ഗ്രോസ്, അല്ലേ? കുഞ്ഞ് വളരുന്നതനുസരിച്ച് അമ്മയുടെ വയറും വലുതായി വരും, അങ്ങനെയല്ലേ? കാരണം നമ്മുടെ സെല്ല് കൂടി കൂടി വരുന്നു. അപ്പൊ നമ്മുടെ അമ്മയുടെ വയറ്റിലോ കൊള്ളത്തില്ല, അപ്പൊ പിന്നെ നമ്മുടെ അമ്മയുടെ വയറ് വലുതാവും. അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് എല്ലാ ജീവികളുടെയും, നോട്ട് ഓൺലി ഹ്യൂമൻ ബീങ്സ്, ആനിമൽസിന്റെ എല്ലാം അങ്ങനെയാണ്. ഫസ്റ്റ് ടൈം എംബ്രോ ആയിരിക്കുന്ന സമയത്ത്, അതായത് കുഞ്ഞ് ഫസ്റ്റ് ടൈമില് ഒറ്റ സെല്ലുകൾ, പിന്നെ വളരും 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 വളരും. പിന്നെ നമ്മൾ ലാസ്റ്റ് അതിന്റെ ടൈം ആവുമ്പോൾ നമ്മള് അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വരും, പിന്നെ നമ്മൾ പുറത്ത് വന്നിട്ട് വളരും, അല്ലെ? ഓക്കെ. ലിവിങ് തിങ്സ് യൂഷ്വലി ഓക്കെ. ഇവിടെ ഒരു എക്സ്പെരിമെന്റ് നമ്മളോട് പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടില്ല, ഒന്നാമത്തെ ലെസണിൽ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റിയാണ്. നമ്മൾ പയർ മുളപ്പിക്കാൻ നമ്മളോട് പറഞ്ഞായിരുന്നു, അല്ലെ? ഫസ്റ്റ് നമ്മൾ സ്കൂൾ തുറന്ന സമയത്തൊക്കെ ചെയ്ത ആക്ടിവിറ്റിയാണ്. നമ്മള് പയർ വെള്ളത്തിട്ടിട്ട് അതിന്റെ സോഫ്റ്റ്, അതിന്റെ സ്കിൻ, ഔട്ടർ സ്കിൻ എല്ലാം സോഫ്റ്റ് ആയിട്ട് പുറത്തു വരും. അതിന്റെ ബേബി ഇതുപോലെ സീഡ്ലിംഗ് പുറത്തു വരുന്നുണ്ട്. അപ്പൊ അത് നമ്മളോട് പറഞ്ഞു. ബട്ട് ദിസ് ടൈം കീപ് ദ സോക്കറ്റ് സീഡ്സ് ഇൻ എ ഡാർക്ക്. You can keep the seeds in the cupboard where no light comes in. What do you observe after a few days? നമ്മള് ഈ മുളച്ചു വരുന്ന പയറിനെ നമ്മൾ കൊണ്ടുപോയിട്ട് ഇരുട്ടുള്ള ഒരു സ്ഥലത്ത്, അതായത് കബോർഡിന്റെ ഉള്ളിലോ എവിടെയോ വെക്കുക. 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കുക, എന്താ സംഭവിക്കുന്നത്? 5-6 ഇലയൊക്കെ വന്നിട്ടുണ്ടാവുമോ? ഇല്ല, അല്ലെ? അത് ഉണങ്ങി പോയിട്ടുണ്ടാവും, അല്ലെ? അത് സൺലൈറ്റിന് വിധി കിട്ടാത്തതുകൊണ്ട് അത് പോയിട്ടുണ്ടാവും. ഓക്കെ. ലിവിങ് തിങ്സ് യൂഷ്വലി ഡു നോട്ട് റിമെയിൻ ദ സെയിം സൈസ്. You have increased in size as you have grown older. A small puppy grows into a dog. Small seedlings grow into plant. Many of them grow
to become tall trees. ഇത് നമുക്കറിയാം. നമ്മൾ all living things will grow. When you were small ones, you were നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ബേബി ആയിരുന്ന സമയത്ത് ഫോട്ടോ കാണും. ഭിത്തിയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. സ്മാൾ വൺ ഇത്രേ ഉള്ള സമയത്ത് അമ്മ എടുത്തോണ്ടിരിക്കുന്ന കുഞ്ഞി ബേബി, പിന്നെ ഇത്ര ആയി കഴിഞ്ഞപ്പോ പിന്നെ പയ്യൻ നടക്കാൻ തുടങ്ങിയപ്പോ പിന്നെ ഒരു 2 years 3 years അങ്ങനെയൊക്കെ ഉള്ള. ഇപ്പൊ അത് നോക്കുമ്പോ നിങ്ങളാണോന്ന് പോലും തോന്നില്ല അല്ലേ? ഓക്കെ, ഹൗ ഡിഫറൻസ്. ഇനി നിങ്ങളുടെ വീട്ടിലുള്ള അനിമൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയാം. പപ്പീസ്, കബ് ഉണ്ടോ വീട്ടില്? ഇല്ല അല്ലെ? ആതിരേതാ കാണിക്കുന്ന മിസ്? ആതിര ഫോട്ടോ ഉണ്ടോ? ഒന്ന് കാണിച്ചേ ആതിരയുടെ ഫോട്ടോ, ബേബി ആയിരുന്നപ്പോഴത്തെ ഫോട്ടോ. പോയോ ആതിര? ഇപ്പൊ എടുക്കാം. She went to take the photo. Okay. ശരി, നിങ്ങളുടെ ഒക്കെ വീട്ടിൽ കാണോ? എല്ലാവരുടെയും വീട്ടിൽ കാണോ അങ്ങനത്തെ ഫോട്ടോസ് ഒക്കെ? സോ ഓൾ ലിവിങ് തിങ്സ് ഗ്രോ. ലിവിങ് തിങ്സ് എല്ലാം വളരും. നെക്സ്റ്റ് പ്ലാന്റ്സ് ആണേലും അങ്ങനെ തന്നെ. ആഹാ, ഇച്ചിരി കൂടെ അടുപ്പിച്ച് പിടിക്കുക, കാണട്ടെ അത് ഏത് ബേബി ആണെന്നുള്ളത്. ഓഹോ, കുത്തിയിരിക്കുന്ന കുഞ്ഞിലത്തെ പ്രായത്തിൽ അല്ലേ? ഓക്കെ, ഇപ്പൊ അത് നോക്കുമ്പോ നമുക്ക് ആഗ്രഹം തോന്നുവോ? ഇല്ല. ഓക്കെ, വെരി ഗുഡ്. Okay, keep it. Next, growth of living thing is different from the growth of non-living things such as crystal or a heap of sand. Growth in living things occurs within the organisms by the division of cells. In single-celled organisms, growth occurs only in the size of the cells. In non-living things, growth occurs due to the addition of materials from the outside. In living things, വളരും അതിന്റെ സെൽസ് ഡിവൈഡ് ചെയ്ത്, ഒരു സെൽ ഉണ്ടായിരുന്നു, ഡിവൈഡ് ചെയ്ത് 2 ആകും, പിന്നെ 4 ആകും, അങ്ങനെ സെൽസ് ഡിവൈഡ് ചെയ്ത് നമ്മൾ വളരും. ഇനി നോൺ ലിവിങ് തിങ്സ് ഓൾസോ സംടൈംസ് വിൽ ഗ്രോ. എങ്ങനെയാ വളരുന്ന നോൺ ലിവിങ് തിങ്സ് അറിയാവോ? അതിന്റെ കൂട്ടത്തിൽ വേറെ ഇപ്പൊ ഞാൻ പറയും, ഇവിടെ ഒരു കുന്നുണ്ടായിരുന്നു, ചെറിയൊരു കുന്ന്. അതിന്റെ കൂട്ടത്തിൽ വേറെ കുറച്ച് മണ്ണും കൂടെ കൊണ്ടിട്ട് ആ കുന്ന് കുറച്ചുകൂടി വലുതാകും അല്ലേ? ലൈക്ക് ദാറ്റ്. എന്താ ശ്രീ വിഷ്ണു ഇവിടെ ടാറ്റയൊക്കെ തരുന്ന? ഡു യു വാണ്ട് സേ എനിത്തിങ്? പറയാനാണോ? ഓക്കെ, വേഗം പറ, നമ്മുടെ ടൈം കഴിഞ്ഞു. 2 മിനിറ്റ്. സ്പ്രൗട്ടിങ്ങിന്റെ ആണോ? അതറിയാം. സ്പ്രൗട്ടിംഗ് അല്ല ഞാൻ പറഞ്ഞത്. ലിവിങ് തിങ്സ് നമ്മൾ വളരും സാധാരണ. ഇനി നോൺ ലിവിങ് തിങ്സും വളരും, അതിന്റെ സൈസ് വലുതാക്കും ചില സമയത്ത്. എങ്ങനെയാണെന്ന് അറിയാവോ? അപ്പൊ നമ്മൾ പറഞ്ഞു കോയമ്പത്തൂരൊക്കെ കുറച്ച് മണ്ണിട്ട് അതൊരു ചെറിയ ഹില്ല് പോലെയാക്കി. അപ്പൊ ആ ഹില്ലിനെ നമ്മൾ അല്ലെങ്കിൽ എന്താ പറയുന്നത്, അതിലെ ഒരു കുന്ന് പോലെ ആക്കി, അതിനകത്തോട്ട് കുറച്ചുകൂടി മണ്ണ് വാരിയിട്ട് വരുമ്പോ അത് കുറച്ചുകൂടി വലുതാകും അല്ലെ? അത്രേ ഉള്ളൂ. അത് പക്ഷെ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അങ്ങനെ വളരുള്ളൂ. In non-living things, growth occurs due to the addition of materials from outside. നമ്മൾ അഡീഷൻ ചെയ്യുന്ന സബ്സ്റ്റൻസ്. ആദ്യം എന്താ അവിടെ ഫോണിൽ പടത്തോണ്ടിരിക്കുന്നേ? ഫോട്ടോയിലാണോ? Keep it there. Animals stop growing after they have reached a certain size and age, whereas plants continue to grow throughout their life. Animals and human beings will stop their growing after a certain period of their life. കുറച്ചു കാലം, ഇപ്പൊ നിങ്ങളൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന പ്രായമാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയും ഇപ്പം വളരുന്നുണ്ടോ? നിങ്ങൾ എന്നും നിങ്ങളുടെ അച്ഛനും അമ്മേനും കാണാൻ തുടങ്ങി ഇന്ന് ഇതേ സൈസിൽ തന്നെയാണ് അല്ലെ? അവർക്ക് പിന്നെ പൊക്കം വെച്ചോ? പിന്നെ വളർന്നോ നിങ്ങളുടെ അമ്മ? മേബി ലിറ്റിൽ ഫാറ്റ്, ചിലപ്പോ ഇച്ചിരി വണ്ണം വെച്ചിട്ടുണ്ടാവും, പക്ഷെ പൊക്കമൊന്നും വെച്ചിട്ടില്ല അല്ലെ? സോ ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് വിൽ ഗ്രോ ടിൽ എ സർട്ടൻ ഏജ്. But what about the plants? Plants will grow till they are dry. അതിന്റെ ലൈഫ് ലോങ് അത് വളർന്നുകൊണ്ടിരിക്കും. അതിനകത്ത് പുതിയ ഇലകളൊക്കെ വന്നുകൊണ്ടിരിക്കും മരങ്ങളില്. അത് ഉണങ്ങിപ്പോകുന്ന സമയത്ത് അതിന്റെ ഇറ്റ് വിൽ സ്റ്റോപ്പ് ഇറ്റ്സ് ഗ്രോത്ത്. ഓക്കെ, ഇനി നമുക്ക് ലിവിങ് തിങ്സിന്റെ ഇവിടെ ഉണ്ട്. നമുക്ക് അതിന് നെക്സ്റ്റ് ടൈം ഇന്ന ക്ലാസ് പഠിക്കാൻ നമുക്ക് സമയം കഴിഞ്ഞു. കട്ടാകുമ്പോൾ ക്ലാസ് കട്ടാവേ. സോ വി വിൽ സ്റ്റഡി ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ ബൈ. Bye, miss. Bye.